ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു താരമാണ് റിങ്കു സിംഗ്. അലിഗഡിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഫിനിഷർ എന്ന പദവിയിലേക്ക് എത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം അതിജീവനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും നേർചിത്രമാണ്. ഒരു LPG വിതരണ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അച്ഛൻ്റെ തുച്ഛമായ വരുമാനത്തിൽ കഷ്ടപ്പെട്ട് ഒരു തൂപ്പുകാരൻ്റെ ജോലി പോലും വേണ്ടെന്ന് വെച്ച് തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണിത്. റിങ്കു സിംഗിൻ്റെ ക്രിക്കറ്റ് യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് 2018-19 രഞ്ജി ട്രോഫി സീസണിലെ റൺവേട്ട അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ മാറ്റുരച്ചു. എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി അദ്ദേഹം നേടിയ മിന്നുന്ന പ്രകടനങ്ങളാണ് അദ്ദേഹത്തെ രാജ്യമെമ്പാടും പ്രശസ്തനാക്കിയത്. പ്രത്യേകിച്ച് 2023 ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ അവസാന ഓവറിൽ തുടർച്ചയായി 5 സിക്സറുകൾ അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ആ അവിശ്വസനീയമായ ഇന്നിങ്സ്. ഈ ഒരൊറ്റ പ്രകടനം റിങ്കുവിനെ ക്രിക്കറ്റ് ലോകത്തെ ശ്രദ്ധാകേന്ദ്രമാക്കി. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ പുത്തൻ താരോദയത്തിൻ്റെ ജീവിതവും കരിയറും എങ്ങനെയാണ് പട്ടിണിയെയും പ്രതിബദ്ധങ്ങളെയും മറികടന്ന് വിജയത്തിൻ്റെ കൊടുമുടിയെ എത്തിയതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ആഴത്തിൽ മനസ്സിലാക്കാം. സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പ്രചോദനമാകുന്ന ഒരു കഥയാണ് റിങ്കു സിംഗിൻ്റേത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1997 ഒക്ടോബർ 12 ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് റിങ്കു കാഞ്ചന്ദ് സിംഗ് ജനിച്ചത്. 5 മക്കളിൽ മൂന്നാമനായ റിങ്കു വളർന്നത് കടുത്ത സാമ്പത്തിക ഞെരുക്കമുള്ള കുടുംബത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് കാഞ്ചന്ദ് സിംഗ് ഒരു LPG വിതരണ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. വീട്ടിലെ ദാരിദ്ര്യം കാരണം കുടുംബം ഒരു ഗ്യാസ് സിലിണ്ടർ ഗോഡൌണിനുള്ളിലെ 2 മുറിയുള്ള ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. ചെറുപ്പം മുതലേ ക്രിക്കറ്റിനോട് അടങ്ങാത്ത പ്രണയമായിരുന്നു റിങ്കുവിന്. എന്നാൽ ക്രിക്കറ്റ് കളിക്കാനോ പരിശീലനം നേടാനോ ഉള്ള പണം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ക്രിക്കറ്റ് കിറ്റുകൾ വാങ്ങാൻ പോലും സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം പലപ്പോഴും പഴയതും കേടുപാടുകൾ സംഭവിച്ചതുമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശീലിച്ചു. കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് കാരണം 9ാം ക്ലാസ്സിൽ വെച്ച് റിങ്കുവിന് പഠനം നിർത്തേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ കുടുംബത്തെ സഹായിക്കുന്നതിനായി ഒരു കോച്ചിങ് സെൻറ്ററിൽ തൂപ്പുകാരനായി ജോലിക്ക് പോകാൻ അദ്ദേഹം നിർബന്ധിതനായി. എന്നാൽ ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം ആ ജോലി വേണ്ടെന്ന് വെച്ച് അദ്ദേഹം മടങ്ങി. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ചിരി കാണണം, അതിനെനിക്ക് ക്രിക്കറ്റിൽ വിജയിച്ചേ പറ്റൂ എന്നതായിരുന്നു റിങ്കുവിൻ്റെ ലക്ഷ്യം. ദാരിദ്ര്യത്തോടും സാഹചര്യങ്ങളോടും പൊരുതിക്കൊണ്ട് റിങ്കു സിംഗ് ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രാദേശിക ടൂർണമെൻറ്റുകളിൽ സ്ഥിരമായി കളിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തതോടെ ഉത്തർപ്രദേശിൻ്റെ ജൂനിയർ ടീമുകളിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 16ാം വയസ്സിൽ 2014 മാർച്ചിൽ ഉത്തർപ്രദേശിനായി വിസ്റ്റേ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ 83 റൺസ് നേടി ടോപ്പ് സ്കോററായി. തുടർന്ന് 2016-17 സീസണിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും റിങ്കു അരങ്ങേറ്റം കുറിച്ചു. 2018-19 രഞ്ജി ട്രോഫി സീസണാണ് റിങ്കുവിൻ്റെ കരിയറിലെ വഴിത്തിരിവായത്. ആ സീസണിൽ 9 മത്സരങ്ങളിൽ നിന്ന് 803 റൺസ് നേടി അദ്ദേഹം ഉത്തർപ്രദേശിൻ്റെ ടോപ്പ് സ്കോററായി മാറി. ടൂർണമെൻറ്റ് അവസാനിക്കുമ്പോൾ 10 മത്സരങ്ങളിൽ നിന്ന് 953 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനാക്കി. റിങ്കു സിംഗിൻ്റെ IPL കരിയറും കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. 2017 കിങ് 11 പഞ്ചാബ് അദ്ദേഹത്തെ 10 ലക്ഷം രൂപയ്ക്ക് ടീമിലെടുത്തു. എന്നാൽ ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ല. 2018 മെഗാലയലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അദ്ദേഹത്തെ 80 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി, തൻ്റെ അടിസ്ഥാന വിലയുടെ 4 ഇരട്ടി തുക. ഈ പണം റിങ്കുവിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസമായി. എങ്കിലും KKRലും ആദ്യ വർഷങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥിരമായി കളിക്കാൻ കഴിഞ്ഞു. ഇതിനിടയിൽ BCCIയുടെ അനുമതിയില്ലാതെ വിദേശ T20 ടൂർണമെൻറ്റിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിന് 3 മാസത്തെ സസ്പെൻഷൻ ലഭിച്ചു. 2021 കാൽമുട്ടിനേറ്റ പരിക്ക് കാരണം IPL സീസൺ പൂർണ്ണമായും നഷ്ടമായി. ഈ തിരിച്ചടികൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെങ്കിലും KKR ടീം മാനേജ്മെൻറ്റ് അദ്ദേഹത്തിന് വിശ്വാസമർപ്പിച്ചു. റിങ്കു സിംഗിൻ്റെ കരിയർ കുതിച്ചുയർന്നത് IPL 2023 സീസണിലാണ്. 2023 ഏപ്രിൽ 9 ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ പിറന്ന ഒരു അത്ഭുത പ്രകടനം അദ്ദേഹത്തെ ഒറ്റ രാത്രി കൊണ്ട് സൂപ്പർ താരമാക്കി. കളി അവസാന ഓവറിൽ എത്തി നിൽക്കുമ്പോൾ കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ 29 റൺസ് വേണ്ടിയിരുന്നു. ഈ ലക്ഷ്യം അസാധ്യമെന്ന് തോന്നിയെങ്കിലും ഫാസ്റ്റ് ബോളർ യാഷ് ദയാലിൻ്റെ ഓവറിലെ അവസാന 5 പന്തുകളും റിങ്കു സിംഗ് സിക്സറുകളാക്കി മാറ്റി. 6-6-6-6-6 എന്ന നിലയിൽ റൺസുകൾ വാരിക്കൂട്ടി അദ്ദേഹം KKRന് ചരിത്ര വിജയം സമ്മാനിച്ചു. ഈ പ്രകടനത്തോടെ അദ്ദേഹം ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായി വാഴ്ത്തപ്പെട്ടു. ആ സീസണിൽ 149.53 സ്ട്രൈക്ക് റേറ്റിൽ 474 റൺസാണ് റിങ്കു നേടിയത്. IPLൻ്റെ തകർപ്പൻ പ്രകടനം റിങ്കു സിംഗിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നു. 2023 ഓഗസ്റ്റിൽ അയർലൻഡിനെതിരെ നടന്ന T20 മത്സരത്തിൽ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു. അരങ്ങേറ്റത്തിന് ശേഷം ഇന്ത്യൻ ടീമിലെ മധ്യനിരയിൽ ഒരു സ്ഥിരം സാന്നിധ്യമായി മാറാൻ
റിങ്കുവിന് അധികം സമയം വേണ്ടി വന്നില്ല. തൻ്റെ IPL ശൈലി അന്താരാഷ്ട്ര ക്രിക്കറ്റിലും അദ്ദേഹം ആവർത്തിച്ചു. സമ്മർദ്ദ നിമിഷങ്ങളിൽ ക്രീസിലെത്തി അനായാസം സിക്സറുകൾ പറത്തി റിങ്കു ഇന്ത്യയുടെ പുതിയ ഫിനിഷർ എന്ന പേര് ഉറപ്പിച്ചു. ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ടീമുകൾക്കെതിരെ നിർണായകമായ പല ഇന്നിങ്സുകളും അദ്ദേഹം കളിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെ രോഹിത് ശർമ്മയുമായി ചേർന്ന് നേടിയ 190 റൺസിൻ്റെ അപരാജിത കൂട്ടുകെട്ട് 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടായി മാറി. 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിനത്തിലും റിങ്കു സിംഗ് അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് ഏഷ്യ കപ്പ്, ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെൻറ്റുകളിലും അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഭൂതകാലത്തെ മറക്കാതെ റിങ്കു സിംഗ് തൻ്റെ കുടുംബത്തെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അതീവ ശ്രദ്ധാലുവാണ്. അലിഗഡിൽ ക്രിക്കറ്റ് താരങ്ങൾക്കായി അദ്ദേഹം ഹോസ്റ്റൽ നിർമ്മിച്ചു നൽകുകയും കായിക മേഖലയിലെ തൻ്റെ നേട്ടങ്ങൾ ഉപയോഗിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവുകയും ചെയ്തു. ലാളിത്യവും വിനയവുമാണ് റിങ്കുവിൻ്റെ പ്രധാന പ്രത്യേകത. തൻ്റെ വളർച്ചയിൽ കൊച്ച് ആമീർ ഖാൻ്റെയും KKR ടീം ഉടമ ഷാരൂഖ് ഖാൻ അടക്കമുള്ളവരുടെയും പിന്തുണ അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുന്നു. റിങ്കു സിംഗിൻ്റെ ഇന്ത്യൻ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ടീം ഏറെക്കാലമായി തേടുന്ന ഒരു വിശ്വസ്തനായ ഫിനിഷറുടെ കുറവ് നികത്തി എന്നതാണ്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ MS ധോണി വിരമിച്ചതിന് ശേഷം അവസാന ഓവറുകളിൽ സ്ഥിരമായി റൺസ് നേടാനും സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ വിജയം ഉറപ്പിക്കാനും കഴിയുന്ന ഒരു താരത്തെ ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. ആ ദൗത്യം റിങ്കു സിംഗ് ഭംഗിയായി നിറവേറ്റി. ഏറ്റവും ഉയർന്ന സമ്മർദ്ദ സാഹചര്യങ്ങളിൽ പോലും ശാന്തമായും കൃത്യതയോടെയും കളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ശ്രദ്ധേയമാണ്. 2020 ഫോർമാറ്റിൽ 175 മുകളിലുള്ള അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് അവസാന ഓവറുകളിലെ അദ്ദേഹത്തിൻ്റെ ആധിപത്യം വ്യക്തമാക്കുന്നു. റൺ നിരക്ക് ഉയരുമ്പോൾ കൂറ്റൻ ഷോട്ടുകളിലൂടെ ബൗണ്ടറികൾ കണ്ടെത്താനും അതേസമയം വിക്കറ്റ് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഫിനിഷർ എന്ന റോളിന് പുറമെ മധ്യനിരയിൽ നിർണായകമായ കൂട്ടുകെട്ടുകൾ സ്ഥാപിക്കുന്നതിൽ റിങ്കു വലിയ പങ്ക് വഹിച്ചു. 2024 ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ നടന്ന T20 മത്സരത്തിൽ ഇന്ത്യൻ ടോപ്പ് ഓർഡർ തകർന്നപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായി ചേർന്ന് അദ്ദേഹം നടത്തിയ പ്രകടനം ഒരു ഉദാഹരണമാണ്. 22 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിൽ ഇന്ത്യ പതറുമ്പോഴാണ് റിങ്കു ക്രീസിലെത്തുന്നത്. അവിടെ നിന്ന് രോഹിത് ശർമ്മയുമായി ചേർന്ന് അദ്ദേഹം 190 റൺസിൻ്റെ അപാരജിത കൂട്ടുകെട്ട് പടുത്തുയർത്തി. T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടാണിത്. ഈ മത്സരത്തിൽ നിന്ന് റിങ്കു വെറും 39 പന്തിൽ 69 റൺസ് നേടി ഇന്ത്യക്ക് ആധികാര വിജയം നേടിക്കൊടുത്തു. റിങ്കു സിംഗിൻ്റെ മറ്റൊരു പ്രധാന സംഭാവന ടീം ഘടനയിൽ അദ്ദേഹം നൽകുന്ന വഴക്കമാണ്. പ്രധാനമായും ഒരു ഫിനിഷർ ആണെങ്കിലും ടോപ്പ് ഓർഡർ നേരത്തെ പുറത്താകുമ്പോൾ ഒരു ക്രൈസിസ് മാനേജർ എന്ന നിലയിലും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞു. 6-ാം നമ്പറിലോ 7-ാം നമ്പറിലോ ആണ് അദ്ദേഹം കൂടുതലും കളിച്ചിറങ്ങിലോ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നേരത്തെ ക്രീസിലെത്തി ഇന്നിങ്സ് കെട്ടിപ്പടുക്കാനും പിന്നീട് ഗിയർ മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ കഴിവ് ടൂർണമെൻറ്റുകളിലെ നോക്കൌട്ട് മത്സരങ്ങൾ പോലെയുള്ള സമ്മർദ്ദങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ ടീമിന് വലിയ ആത്മവിശ്വാസം നൽകി. ഇടയ്ക്ക് വലത് കൈ ഓഫ് ബ്രേക്ക് ബൗളിംഗ് ചെയ്യാനുള്ള റിങ്കുവിൻ്റെ കഴിവ് ടീമിനൊരു അധിക ഓപ്ഷനാണ്. 2023 ഏഷ്യ കപ്പ് ഫൈനലിൽ റിങ്കുവിന് ബൗൾ ചെയ്യേണ്ട സാഹചര്യം വരികയും അദ്ദേഹം മികച്ച രീതിയിൽ പന്തെറിയുകയും ചെയ്തു. 2025 ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വിജയത്തിലേക്ക് ഒരു റൺ മാത്രം മതിയായിരുന്നപ്പോൾ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ച് റിങ്കു വിജയം ഉറപ്പിച്ചു. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫൈനലിൽ താൻ വിജയം നേടിക്കൊടുക്കുമെന്ന് പ്രവചിച്ച റിങ്കുവിൻ്റെ ഈ പ്രകടനം അദ്ദേഹത്തിൻ്റെ മാനസിക ശക്തിയും മത്സരം ജയിപ്പിക്കാനുള്ള തീവ്രമായ ആഗ്രഹവും വ്യക്തമാക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ പിച്ചുകളിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ റിങ്കുവിന് സാധിച്ചു. 2023 ഡിസംബറിൽ നടന്ന T20 മത്സരത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ അദ്ദേഹം നേടിയ സെഞ്ചുറി വലിയ ടീമുകൾക്കെതിരെ പുറത്തെടുത്ത ക്ലാസ് വ്യക്തമാക്കുന്നു. റിങ്കു സിംഗ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നൽകിയ സംഭാവനകൾക്ക് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാറ്റസുകൾക്കപ്പുറം വലിയ പ്രാധാന്യമുണ്ട്. ഒരു മികച്ച ഫിനിഷർ, വിശ്വസ്തനായ മധ്യനിര ബാറ്റ്സ്മാൻ, പ്രതിസന്ധി ഘട്ടങ്ങളിലെ രക്ഷകൻ എന്നീ റോളുകൾ അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. 2020 ലോകകപ്പുകൾ, ഏഷ്യ കപ്പ് പോലെയുള്ള വലിയ ടൂർണമെൻറ്റുകളിൽ അവസാന ഓവറുകളിലെ വിജയത്തിന് ഇന്ത്യക്ക് ഇനി റിങ്കു സിംഗിനെ പൂർണ്ണമായി ആശ്രയിക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെങ്കിലും തൻ്റെ കഠിനാധ്വാനം കൊണ്ടും സമ്മർദ്ദമില്ലാത്ത സമീപനം കൊണ്ടും റിങ്കു സിംഗ് ഇതിനോടകം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.